ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒറിജിൻ നമ്മൾ രണ്ട് അപ്രോച്ചായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ്ലി ട്രഡീഷണൽ അപ്രോച്ച്. ആദ്യത്തെ കുറച്ച് 1920s തൊട്ട് 1940s വരെ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്തിരുന്നത്. അതിനുശേഷമാണ് മോഡേൺ അപ്രോച്ച് വന്നത്. Traditional approach was evolved during 1920s and dominated the academic thinking till 1940s. ഓക്കെ, അതുപോലെ തന്നെ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഇക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഫിനാൻസ് എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ ആർത്തൂർ ഡൂയിങ്ങിൻ്റെ ദ ഫിനാൻഷ്യൽ പോളിസി ഓഫ് കോർപ്പറേഷൻസ്, ഇത്തരം ബുക്കുകളുടെ പബ്ലിക്കേഷനോട് കൂടിയാണ് ഈ ഒരു അപ്രോച്ച് കൂടുതലായിട്ടും ബിസിനസ്സുകൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ട്രഡീഷണൽ അപ്രോച്ച് 1920s ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അതിൻ്റെ മേജർ റീസൺ 1910-ലും 1919-ലും വന്ന രണ്ട് ബുക്കുകളാണ് കോർപ്പറേഷൻ ഫിനാൻസും ദ ഫിനാൻഷ്യൽ പോളിസി ഓഫ് കോർപ്പറേഷനും. ഇക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ആസ്പെക്ട്സ് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ മേജർ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ്ലി പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് പ്രൊക്യൂർമെൻ്റ് ആണ് ഫിനാൻസ് മാനേജിൻ്റെ ആ ഒരു മേജർ ഫങ്ഷൻ എന്നാണ് ട്രഡീഷണൽ അപ്രോച്ച് വിശ്വസിച്ചിരുന്നത്. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്, അത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ കടമെടുത്തിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിസർവ് പ്രോഫിറ്റ് സൂക്ഷിച്ചു വെച്ചതിൻ്റെ ആ ഒരു റിസർവിൽ നിന്നോ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തി വയ്ക്കുക. ബിസിനസ്സിന് നാളെ പണത്തിനൊരാവശ്യം വരരുത്, ആവശ്യത്തിനുള്ള ഫണ്ട് കണ്ടെത്തി വെക്കുക എന്നുള്ളത് ആണ് മേജർ ഫങ്ഷനായിട്ട് ആ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ കരുതപ്പെട്ടിരുന്നത്. ഓക്കെ, ദ പ്രൈമറി കൺസേൺ ഈസ് ടു എൻഷുർ ദാറ്റ് ഓർഗനൈസേഷൻ ഹാസ് സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓർഗനൈസേഷൻ അതിൻ്റെ ഓപ്പറേഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഒക്കെ ഫണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എപ്പോഴും വേണമെന്ന് ഉറപ്പുവരുത്തുക. അതായിരുന്നു ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മേജർ ഫങ്ഷൻ. നെക്സ്റ്റ് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഒരു ആസ്പെക്റ്റാണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്. ഫിനാൻസ് മാനേജേഴ്സിന് ഈ ഒരു ലോവർ ലെവൽ എല്ലാവർക്കും നല്ല അത്യാവശ്യം പഠിച്ചവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷനാണ് ഫിനാൻഷ്യൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഫിനാൻസ് മാനേജർ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ഒരു റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അന്നന്ന് നടക്കുന്ന ട്രാൻസാക്ഷൻസ് എഴുതണം, അത് സൂക്ഷിച്ചു വെക്കണം. പണ്ട് ബുക്കാണല്ലോ, അപ്പോൾ ബുക്ക് കീപ്പിംഗ് സിസ്റ്റവും കൂടെ ഫോളോ ചെയ്യണം. അതുപോലെ ക്വാർട്ടർലി ഇയർലി ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റേതാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു അപ്രോച്ചാണ് ട്രഡീഷണൽ അപ്രോച്ച്. നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റാണ് ഫോക്കസ് ഓൺ ലോങ് ടേം ഫിനാൻസിങ്. ലോങ് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസിന് പ്രാധാന്യം കൊടുത്തൊരു അപ്രോച്ചാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഇറ്റ് എംഫസിസ് ഇവാലുവേറ്റിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ആൻഡ് മാനേജിങ് ഫിക്സഡ് അസറ്റ്. ബിസിനസ്സിലുള്ള ഫിക്സഡ് അസറ്റ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ലോങ് ടേമിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം അതിന് ഫണ്ട് ഇറക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാക്ടീസായിരുന്നു ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തിരുന്നപ്പം യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു പുതിയൊരു പ്രൊജക്റ്റ് ബിസിനസ്സിന് വരുവാണെങ്കിൽ അത് ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് തരുമോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ മാത്രമായിരുന്നു ഡിസിഷൻ എടുത്തിരുന്നത്. ഓക്കെ, ദ എയിം ഈസ് ടു എൻഷുർ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ പ്രൊജക്ട്സ് ദാറ്റ് എൻഹാൻസ് ഫേംസ് ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഒരു ആസ്പെക്റ്റാണ് ലിമിറ്റഡ് റോൾ. ഫിനാൻസ് ഫങ്ഷൻ വാസ് നോട്ട് പാർട്ട് ഓഫ് റെഗുലർ മാനേജീരിയൽ ഓപ്പറേഷൻസ്. ഫിനാൻസ് മാനേജർ ഹാഡ് എ ലിമിറ്റഡ് റോൾ ടു പെർഫോം. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ഫിനാൻസ് മാനേജറിൻ്റെ റോള് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഫിനാൻസുകൾ മാനേജ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫണ്ട് എവിടുന്നെങ്കിലുമൊക്കെ ശേഖരിക്കുക, അത് ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് മാത്രമേ ഫിനാൻസ് മാനേജർ മറ്റു ഡിസിഷൻസിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. പിന്നെയും ഫിനാൻസ് മാനേജറിന് ഒരു റോളൊക്കെ വരുന്നത് ഏതെങ്കിലും കമ്പനിയായിട്ട് മേർജ് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട്സൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയം വരിക, അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ ഫിനാൻസ് മാനേജറിന് നല്ലൊരു മാനേജിങ് പവർ എന്ന് പറയുന്നൊരു റോള് വരുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാ ഒരു എംപ്ലോയിനെ പോലെ വർക്ക് ചെയ്യുക, കിട്ടുന്ന ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വർക്കറിൻ്റെ ആ ഒരു
ആസ്പെക്റ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ മേജർ ആസ്പെക്ട്സ്. ട്രഡീഷണൽ അപ്രോച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോങ് ടൈം ഫിനാൻസിങ്ങിനാണ്. അതുപോലെ ട്രഡീഷണൽ അപ്രോച്ച് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മാനേജേഴ്സിന് ലിമിറ്റഡ് റോളാണ്, ബുക്ക് കീപ്പിംഗ് ഒക്കെ ഫിനാൻസ് മാനേജേഴ്സ് തന്നെ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ക്രിറ്റിസിസംസ് നമുക്ക് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ചിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അത് മാറി മോഡേൺ അപ്രോച്ച് വന്നത്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ക്രിറ്റിസിസമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നതാണ്, ഫസ്റ്റ്ലി ലെസ് ഫോക്കസ് ഓൺ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ടിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത അപ്രോച്ചായിരുന്നു ട്രഡീഷണൽ അപ്രോച്ച്. നമ്മൾ പറഞ്ഞല്ലോ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതിന് ആ പ്രൊക്യൂർമെൻറ്റിൻ്റെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ട്രഡീഷണൽ അപ്രോച്ച് കൊടുത്തിരുന്നില്ല. നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആണ് സപ്ലയേഴ്സ് ഓഫ് ഫണ്ട് ഗെറ്റ് ഡോമിനൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫണ്ട് എവിടുന്നെങ്കിലും കിട്ടണം. അപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടി ഫണ്ടിൻ്റെ സപ്ലയേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സപ്ലയേഴ്സ് പയ്യെ പയ്യെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കയറി ഇടപെടാനായിട്ട് തുടങ്ങും. അതുപോലെ ഇതൊരു സയൻറ്റിഫിക് അപ്രോച്ച് അല്ലെന്നുള്ളൊരു ക്രിറ്റിസിസവും വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആണ് ഇഗ്നോർഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫോക്കസ് ചെയ്താണ് ട്രഡീഷണൽ അപ്രോച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഫണ്ട് വേണ്ടേ? അപ്പം ലോങ് ടൈമിലോട്ട് ഫോക്കസ് ചെയ്ത് ലോങ് ടൈമിലോട്ട് നമുക്കിപ്പം 1 lakh rupees ബിസിനസ്സിലുണ്ടായിരുന്ന ആ 1 lakh എടുത്ത് നമ്മൾ ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു മെഷീൻ വർക്ക് ചെയ്യാനുള്ള കാശ് പോലും കയ്യിലില്ല. സോ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു ക്രിറ്റിസിസമാണ് ഇഗ്നോർഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എലമെൻറ്റും ട്രഡീഷണൽ അപ്രോച്ച് ഇഗ്നോർ ചെയ്തെന്നുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. സോ ഈ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വന്ന അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച്. 1940s വരെ ട്രഡീഷണൽ അപ്രോച്ചാണെന്ന് പറഞ്ഞു. സോ 1940s കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് ആ ഒരു ഫിനാൻസ് മാനേജറിൻ്റെ റോളിൻ്റെ ആ ഒരു അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞൊരു അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച്. എ ന്യൂ അപ്രോച്ച് വിച്ച് ഗീവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഹാസ് എമേർജ്ഡ്. ഈ മോഡേൺ അപ്രോച്ച് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സിന് മാത്രമല്ല യൂട്ടിലൈസേഷനും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ്. അക്കോർഡിംഗ് ടു സോളമൻ ഇസ്ര, ദ മോഡേൺ അപ്രോച്ച് കവേഴ്സ് ഓൾ മേജർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സച്ച് എസ് ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരം കണ്ടെത്തുന്ന രീതിയിലാണ് ഈ ഒരു മോഡേൺ അപ്രോച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോഡേൺ അപ്രോച്ചിൽ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അതാണ് ഫിനാൻസിങ്. അതുപോലെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ഇൻവെസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതാണ് മോഡേൺ അപ്രോച്ച്. ദ എസെൻഷ്യൽസ് ഓഫ് മോഡേൺ അപ്രോച്ച് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ്ലി, എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് ചുമ്മാ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതിനേക്കാളും, ഫണ്ട് എവിടുന്നെങ്കിലും കണ്ടെത്തുക എന്നതിനേക്കാളും ഫണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച്. അതുപോലെ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നില്ലെന്ന്. ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എക്സ്റ്റെൻസീവ് ആപ്ലിക്കേഷൻ മോഡേൺ അപ്രോച്ചിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ കൂടുതലും സിസ്റ്റമാറ്റിക്കും കൂടുതൽ എളുപ്പവുമായി മാറി. സോ ഇപ്പോഴും നമ്മൾ ഈ ഒരു അപ്രോച്ച് തന്നെ, മോഡേൺ അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ദിസ് സിസ്റ്റം ഈസ് കണ്ടിന്യൂയിങ് ആൻഡ് കീപ് അപ്ഡേറ്റിംഗ് വിത്ത് ദ ഇൻവെൻഷൻസ് ഓഫ് വേരിയസ് റിസർച്ചേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ്. സോ അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഹിസ്റ്ററി പറയുമ്പം പണ്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ട്രഡീഷണൽ അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറേ ഫണ്ട് വാങ്ങിക്കുക, അത് ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊന്നും നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ല. എന്നാൽ മോഡേൺ അപ്രോച്ച് 1940s വന്നത് പ്രകാരം നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കിട്ടി. അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ ഓപ്പറേഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ടിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. ഓക്കെ.